പ്രത്യേകിച്ച് ഈ ഭവനത്തെ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതിന് ഉദ്ദേശം ഞങ്ങൾ പ്രാർത്ഥിക്കും മുമ്പേ നീ അറിഞ്ഞു തോർന്ന് സ്തുതിക്കുന്നു. നാളുകളായി കർത്താവെ കുടുംബം പ്രാർത്ഥിച്ചു. ദൈവം തക്ക സമയത്ത് അതിന്റെ മറുപടി കർത്താവ് നൽകി. കർത്താവെ ഇന്ന് ഷേബെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കർത്താവെ ഇന്ന് എൻഗേജ്മെന്റ് ആണല്ലോ, ദൈവസമൃദ്ധിയായി അനുഗ്രഹിക്കണമേ. എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ കരം കൂടെയിരിക്കുകയും ദൈവം നടത്തുകയും ചെയ്യേണ്ടതിന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദിവസങ്ങളിലായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ മകനും തക്ക സമയത്ത് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. എല്ലാം കർത്താവ് ക്രമീകരിച്ചു ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ബിന്ദു സിസ്റ്ററെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. റേബായെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവം സമൃദ്ധിയായി ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ. നീ ഈ ദിവസം മുൻകൂട്ടി അറിഞ്ഞതോർത്ത് സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് കർത്താവെ തക്ക സമയത്ത് ദൈവം അതിന്റെ ക്രമീകരണങ്ങൾ ഒരുക്കി, ദൈവം കരുതി, ദൈവമെല്ലാം നന്നായി ചെയ്യുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഒരിക്കൽ കൂടെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ പ്രാർത്ഥന കേട്ടതോർത്ത് സ്തുതിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാത സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന് പ്രകാരം കർത്താവേ, ഞങ്ങളുടെ പ്രിയ മകൾ ഷേബായുടെ ഹല്ലേലൂയ വിവാഹവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. കർത്താവേ, ദൈവത്തിന് സമയമായപ്പോൾ തക്കാത്തുണയെ കർത്താവ് ഒരുക്കി. എന്ന പ്രഭാതത്തിൽ അതിന്റെ എൻഗേജ്മെന്റിലേക്ക് ഞങ്ങൾ കടന്നു പോകുന്നു. പ്രിയ പൈതലിനെ അപ്പനെ കരുത്തേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ബാല്യ കൗമാര യൗവന കാലഘട്ടങ്ങളിലൊക്കെ അവന്റെ സ്തോത്രവും അല്ലെങ്കിൽ ഗൈഡൻസും എല്ലാം കൂടെ ഇരുന്ന് സഹായിച്ചതിനാൽ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി കരയറ്റുന്ന തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി നടത്താൻ കർത്താവ് സഹായിക്കണമേ. കർത്താവ് ദാസനെ കർത്താവ് ബലപ്പെടുത്തണമേ. കൊട്ടാരക്കരയിൽ നിന്ന് കടന്നു വരുന്ന ഞങ്ങളുടെ ബന്ധുക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമെല്ലാം തക്ക സമയത്ത് തടസ്സങ്ങളൊന്നും കൂടാതെ എത്തിച്ചേരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്തോത്രം കടന്ന് എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നടക്കുവാൻ കർത്താവ് സഹായിക്കണം. കാലാവസ്ഥ സാഹചര്യങ്ങളെല്ലാം കർത്താവ് അനുകൂലമാക്കി നൽകണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു കർത്താവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. കേൾക്കണം സ്വർഗീയ പിതാവേ. സങ്കീർത്തനം 121. ഞാൻ എന്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങിയുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങിയുമില്ല, ഉറങ്ങിയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. അവൻ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ഞങ്ങൾ പ്രാർത്ഥിച്ച് നമുക്ക് സ്വന്തം ഓഡിറ്റോറിയത്തിലേക്ക് പിരിയാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഷേബെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേ, സ്തോത്രം കൊട്ടാരക്കരയിൽ നിന്ന് തിരിച്ചിരിക്കുന്ന എന്റെ മകനെയും കുടുംബത്തെയും എല്ലാം തക്ക സമയത്ത് അവർ വന്നു ചേരുവാൻ, ആപത്ത് അപകടങ്ങളിലൊക്കെ കർത്താവ് വിടുവിച്ച് എല്ലാവരും സന്തോഷത്തോടെ വന്നു ചേരുവാൻ കർത്താവ് സഹായിക്കണമേ. ഇന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദിവസമാകിയാൽ കർത്താവേ ഷേബെ പ്രത്യേകം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിൽ നിന്ന് കർത്താവേ അവരുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് ഇന്ന് എൻഗേജ്മെന്റ് ആണല്ലോ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു പോവുക. ഈ മോളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം തന്ന അധികാരത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ ബ്ലസ് ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയും ബന്ധുമിത്രാദികളും എല്ലാവരെയും ഈ സമയത്ത് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യം ഞങ്ങളുടെ കൂടെ അയക്കണമേ. മോശ ചോദിച്ചതുപോലെ കർത്താവേ, നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ അയക്കണമേ. നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തുതിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ.